ഹായ് ഹലോ, എണ്ണ പലഹാരങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് ഇതാ ഒരു സിമ്പിൾ ഷവർമ പൂള റെസിപ്പി. അപ്പോൾ കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ബോൺലെസ് ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ഇവയൊക്കെ ചേർത്ത് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. ഇനി മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ച് ഫ്രൈ ചെയ്തെടുക്കണേ. മുഴുവനായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നല്ലപോലെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു ബൗളിലേക്ക് അല്പം ബ്രെഡ് എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി അല്പം കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഗ്ലാസ് ചെറു ചൂടുള്ള പാലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതാ ബ്രെഡ് നല്ല പൊടിഞ്ഞ് അതിൽ യോജിച്ച് ലയിച്ച് വന്നിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം മയോണീസ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 5 അല്ലി വെളുത്തുള്ളിയും 2 കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക. ഇനി സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് ഒന്നുകൂടെ അടിച്ചെടുക്കുകയാണ്. അങ്ങനെ മയോണീസ് തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് വെജിറ്റബിൾസ് ക്യാബേജ്, ക്യാരറ്റ്, തക്കാളി, സവോള, പിന്നെ മല്ലിയില, ഉപ്പ് ഇവയൊക്കെ ചേർത്ത് ചിക്കൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ചേർത്തെടുക്കുക. ഇനി അതിലേക്ക് മയോണീസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് നെയ്യ് തടവിയതിന് ശേഷം ഒരു പാൻ വെച്ചിട്ടുണ്ട് അടിയിൽ ഞാൻ. ഇനി അതിന് മുകളിൽ അല്പം ബ്രെഡിൻ്റെ നേരത്തെ തയ്യാറാക്കിയ മിക്സ് ഇട്ട് കൊടുത്ത് അതിന് മുകളിൽ വെജിറ്റബിൾസിൻ്റെ മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന ബ്രെഡ് മിക്സ് അതിന് മുകളിലായിട്ട് ഫില്ല് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കുക. ഇനി അതിന് മുകളിലായിട്ട് അല്പം മയോണീസ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അല്പം പച്ചക്കറിയൊക്കെ തക്കാളിയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതും വെച്ച് അല്പം മല്ലിയിലയും പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് ബാക്കിയുള്ള ചിക്കനൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഇനി അത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേണേൽ വേവിക്കാൻ. എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അടുപ്പ് ഓൺ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് മറിച്ചും തിരിച്ചു വിട്ട് ഒന്ന് കളർ മാറ്റിയതിന് ശേഷം എടുത്ത് ഇതാ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ പോള റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ നോമ്പിന് എണ്ണപ്പലഹാരമൊക്കെ ഇഷ്ടപ്പെടാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അടിപൊളിയാണ്. അങ്ങനെ ഇത് കട്ട് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.